അപ്പോൾ ഇന്നത്തെ കാക്ക സ്പെഷ്യലായിട്ടാണ് കടായി ചിക്കൻ. പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചു. കൂടെ മല്ലിയില, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ തക്കാളി പേസ്റ്റ്, ചോപ്പ് ചെയ്ത സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുകൂടാതെ കുറച്ച് കട്ട് ചെയ്ത സവാളയും ക്യാപ്സിക്കം എല്ലാ കളറിലും ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളകും. പിന്നെ മസാലകളായിട്ട് ബേ ലീഫ്, മല്ലി, പിരിയമുളക്, ഗ്രാമ്പൂ, പട്ട, ചെറിയ ജീരകം, പെരിഞ്ചീരകം, ഏലക്ക, ഇത്രയും സാധനങ്ങൾ. പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയിലും. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് ഇനി കുക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കനിൽ മസാല തേച്ച് വയ്ക്കലാണ്. അപ്പോൾ ചിക്കൻ മസാല തേച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് ചേർത്തത് ഗരം മസാലപ്പൊടി ആട്ടോ. ഗരം മസാലപ്പൊടിയൊക്കെ വാങ്ങിയതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഓൾറെഡി വീട്ടിലുണ്ടാക്കി വെച്ചത് തീർന്നിട്ട് പിന്നെ ഇന്ന് വേറെ ഉണ്ടാക്കി വെക്കുക ചെയ്തത്. ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ എളുപ്പത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിന് പകരം സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ആ മസാല ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ചിക്കനിൽ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ ചിക്കനിൽ മസാല തേച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആക്കുമ്പോഴേക്കും ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ അതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ കറി വയ്ക്കാൻ നേരത്തെ എടുത്താൽ മതി. അങ്ങനെ ചിക്കനെ സൈഡാക്കിയിട്ട് ബാക്കി മസാലകൾ പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പിരിയമുളകും മല്ലിയും പച്ചമല്ലി ആട്ടോ, പച്ചമല്ലിയും എല്ലാം കൂടി ഒന്ന് നല്ല പോലെ വറുത്തെടുത്തു. അതൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് ചൂടാറിയിട്ടാട്ടോ മിക്സിയുടെ ജാറിൽ അതൊന്ന് പൊടിച്ചെടുത്തേ. ചെറിയ ജാറിൽ പൊടിച്ചപ്പോൾ അത് പൊടിഞ്ഞില്ല. എന്നിട്ട് വലിയ ജാറിൽ തന്നെ ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുത്തു. പൊടിച്ചിട്ട് അത് മാറ്റി വെച്ചിരുന്നു. ഇതാട്ടോ നമ്മുടെ കടായി ചിക്കൻ്റെ മസാല. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആദ്യം ഇച്ചിരിക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ ഇച്ചിരിക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു. നമ്മൾ അതിലാട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഒരു നോർമൽ സാദാ ഫ്രൈ ആയിട്ട് എടുക്കുന്നത്. കഴിക്കാൻ പാകത്തിന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നല്ലതായിട്ടൊന്ന് വേവിച്ച് കിട്ടാൻ പാകത്തിന് ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഈ ഓയിൽ കളയൊന്നും വേണ്ട, സെയിം ഓയിലിൽ തന്നെ കേട്ടോ നമ്മൾ ബാക്കിയും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഓയിലിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, അതുപോലെ ക്യാപ്സിക്കം, എല്ലാ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കുറച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കം എല്ലാം അതുകൊണ്ട് വാങ്ങിച്ചു. എല്ലാ കളറും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കെട്ടിയതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അത് പതിയെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈയോ അങ്ങനെയൊന്നും ഒരുപാട് വേവിക്കുകയും വേണ്ട. പതിയെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇതുകൾക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മളപ്പോൾ ചേർക്കും കേട്ടോ, അതൊന്ന് വേവിച്ചെടുക്കാൻ നേരം. പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചൊരു സംഗതിയുണ്ട്, തക്കാളിയും കൂടെ ചേർത്തിട്ട്. തക്കാളി ആദ്യമേ ചേർത്ത തക്കാളി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ലാസ്റ്റാണ് തക്കാളി ചേർത്തത്. അതൊന്ന് പതിയെ ഒന്ന് അടച്ചു വെച്ച് ഇതുപോലെ ആവി കയറ്റി എടുത്തിട്ട് അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കാം. അതുപോലെ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട്. പിന്നെ നമ്മളുടെ ആ മസാലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നതിന് മുമ്പ് ആ പാനിലേക്ക് നമ്മൾ കുറച്ച് സവാള ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓയിൽ ഒഴിച്ചിട്ട് ആ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും കേട്ടോ. ഈ കടായി ചിക്കൻ മായാവി സിനിമയിലൂടെയാണോ ഫേമസ് ആയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് വഴറ്റി കഴിയുമ്പം അതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ചേർത്തു. കട്ട് ചെയ്തൊന്നുമല്ല, ചുമ്മാ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ഇച്ചിരിക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. പതുക്കെ അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തത് എടുത്തു വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ്. അത് ഇനി ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെയും അതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മളതിലേക്ക് പൊടികളൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വഴറ്റി വന്നപ്പം അതിലേക്ക് ആദ്യം ചേർത്തത് മുളക് പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു. ഓൾറെഡി ആ മസാലയിൽ നമ്മൾ പച്ചമല്ലി യൂസ് ആക്കണോണ്ട് മല്ലിപ്പൊടി കുറച്ചാട്ടോ ചേർത്തോളൂ. ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഇച്ചിരിക്ക് ഗരം മസാലപ്പൊടിയും ചേർത്തു. ഇനി ഇതുകളെല്ലാം നല്ലപോലെ ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത മസാലയുടെ ഇതൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം. എന്നിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചേക്കാം.
എന്നിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ ചിക്കൻ നമ്മൾ ഒരുവിധം വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇടുക. എന്നിട്ട് ആ മസാലയൊക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാൻ വയ്ക്കുക. അപ്പോൾ ആ വെള്ളവും ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കടായി മസാല ഉണ്ടല്ലോ, നമ്മുടെ പിരിയമുളകും ബേ ലീഫും പച്ചമല്ലിയൊക്കെ ഇട്ടിട്ട് ആ മസാല കുറച്ചങ്ങ് ചേർത്തേക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ 1-2 പൊടിക്കൈകളും കൂടി കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കിച്ചണിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ എടുത്തു വെച്ചേർന്ന ആ മല്ലിയില കട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. കടായി ചിക്കൻ കാണാൻ ഭംഗിയും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേർന്ന ക്യാപ്സിക്കം, അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച കടായി മസാലയിൽ കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. ഇനി എടുക്കാൻ നേരം മിക്സ് ചെയ്താൽ മതി. സംഗതി അതാറ് ടേസ്റ്റാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.